ബിജുവിന് റവ കേസരി കൊടുക്കാൻ വേണ്ടി ബിജുവിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നാണ്. എന്തൊക്കെയാ അടിപൊളി സൂപ്പർ കൊള്ളാം. അപ്പൊ ബിജുവിന് ഇഷ്ടമായി. അപ്പൊ പിള്ളേർക്ക് ശരിക്കും ഇഷ്ടമാണെന്ന് മനസ്സിലായല്ലോ. ഹായ്, സജീസ് ഇന്നോവേഷൻസിൻ്റെ വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വീറ്റ് എന്ന് പറയാൻ കാരണം നമ്മളിന്നൊരു നല്ലൊരു സ്വീറ്റ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനുണ്ടാക്കിയതിൽ വെച്ച് എനിക്കൊന്ന് ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ഐറ്റം ആദ്യമായിട്ടായിരിക്കാം. ഞാൻ ഈ ഒരു കുക്കിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പം മുതൽ എന്നോട് ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. എസ്പെഷ്യലി എൻ്റെ കാസർഗോഡ് കോളീഗ് പ്രസാദ് ഉണ്ട്. പ്രസാദ് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ദിവസം ഇങ്ങനൊരു ഐറ്റം ഉണ്ടാക്കി കാണിക്കണമെന്ന്. ആ ഐറ്റമാണ് പ്രസാദ് കണ്ടതിന് ശേഷം ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് റവ കേസരിയാണ്. വളരെ കുറഞ്ഞ ഐറ്റംസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ഐറ്റമാണ് റവ കേസരി എന്നോ കേസരി ബാത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സാധനമാണ്. കല്യാണങ്ങൾക്കൊക്കെ തമിഴ്നാട് സൈഡിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഈ സാധനം. നമ്മളിന്ന് റവ കേസരി ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ഐറ്റംസ് മതി. നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഐറ്റംസ് എന്ന് നോക്കാം. കുറച്ച് റവ, റോസ്റ്റഡ് റവയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര, കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, റൈസിൻസ് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, കുറച്ച് നെയ്യ്, പിന്നെ സൺഫ്ലവർ ഓയിൽ ഒരു 3 ഏലക്കായും എടുത്തിട്ടുണ്ട്, 4 ഏലക്കായ എടുത്തിട്ടുണ്ട്. സോ ഇത്രയും ഐറ്റംസിന് കുറച്ച് വെള്ളം കൂടെ വേണം. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്ന് റവ കേസരി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ഒരു പാന് അടുപ്പത്തിലേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ചൂടായി വരുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി തുടങ്ങാൻ പോകുന്നതായിട്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളിതിൽ കുറച്ച് കാഷ്യൂ നട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. സ്പ്ലിറ്റോ, ഞാൻ മുഴുവൻ കാഷ്യൂ എടുത്തിരിക്കുന്നത്, സ്പ്ലിറ്റോ എടുത്താലും മതി. സോ ഒരു 8-10 കാഷ്യൂ നട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കാഷ്യൂ നട്ട് ഒന്ന് നിറം മാറി ഒരു ചെറിയ ബ്രൗൺ ആകുമ്പോൾ നമ്മളിതിലേക്ക് റൈസിൻസ് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കുക. അവിടെ മുന്തിരി ഒന്ന് വീർത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ലാസ്റ്റ് ഇടുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് വെറുത്ത് കോരി മാറ്റി വയ്ക്കുക കേട്ടോ. യെസ്, നമുക്കിന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ റവയെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ വേണ്ടി ഈ നെയ്യുടെ കൂടെ അല്പം നെയ്യോട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അത് തന്നെ മതിയെങ്കിലും കുഴപ്പമില്ല. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഈ റവ ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. ഞാൻ റവയെ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ വറുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 7-8 മിനിറ്റ് ഇങ്ങനെ വറുക്കണം. ഒരു നല്ല മണം വന്ന് തുടങ്ങും. അപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം. ചെയ്യുമ്പോൾ ഫ്ലെയിം പരമാവധി കുറച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് റവ ഇപ്പോൾ നിറം ഒന്ന് ചെറുതായിട്ട് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വന്ന് നല്ല മണം വരുന്നുണ്ട്. നെയ്യ് കിടന്ന് റവ വറുത്തതിൻ്റെ. നമ്മൾ റോസ്റ്റഡ് റവയാണ് വാങ്ങുന്നതെങ്കിലും നന്നായിട്ട് വറുത്തെടുക്കണം. എങ്കിൽ നമുക്ക് റവ കേസരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നന്നായിട്ട്. ഇനി വേറൊരു കാര്യം ഞാൻ ആദ്യം പറയാൻ മറന്നുപോയത്, ഞാൻ ഉപയോഗിച്ചത് 2 കപ്പ് റവയാണ് കേട്ടോ. അളവ് പറയാൻ മറന്നുപോയി. ഈ കപ്പ് കൊണ്ട് 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് 240 ml കപ്പാണ്. നിങ്ങൾ ഈ കപ്പിൻ്റെ അളവ് ഓർത്ത് വിഷമിക്കേണ്ട. എന്ത് കപ്പാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ കപ്പ് കൊണ്ട് ചെയ്താൽ മതി. നിങ്ങൾ സാധാ സ്റ്റീൽ ഗ്ലാസ്സിനാണ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് ചെയ്യുക, ചായ ഗ്ലാസ്സിന് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് ചെയ്യുക. അതനുസരിച്ച് ആ സെയിം അളവിൽ തന്നെ വെള്ളവും പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ കപ്പിന് 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. സോ റവ ഇപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. സോ റവ ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേ പാനിൽ തന്നെ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കാന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ അളവ് വളരെ കൃത്യമായിട്ട് എല്ലാം കൊടുക്കണം. 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കപ്പിനാണ് ഞാൻ റവ എടുത്തതെങ്കിൽ ആ കപ്പിൽ തന്നെ വെള്ളം എടുത്താൽ മതി. 1 കപ്പ് റവയ്ക്ക് 3 കപ്പ്. അപ്പോൾ ഞാൻ 2 കപ്പാണ് എടുത്തത്. ഞാൻ 6 കപ്പ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. 6 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോണത് ഒരു 50 ml സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ചാൽ മതി. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ 50 ml. കാരണം നെയ്യുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഒരല്പം ഫുഡ് കളറാണ്. ഈ ഫുഡ് കളറിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം.
ഇതൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഫുഡ് കളർ ചേർക്കണമെന്ന് കരുതുക. ഇനി ഫുഡ് കളർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ല എങ്കിൽ കുങ്കുമപ്പൂ കിട്ടുവാണെങ്കിൽ അത് വെള്ളത്തിലിട്ടതിന് ശേഷം അത് അതിൻ്റെ വെള്ളം ഒഴിച്ചാൽ മതി. അതല്ല എങ്കിൽ നമ്മൾ സാറിന് മഞ്ഞൾപ്പൊടിയില്ലേ, മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാലും ഒരു മഞ്ഞ നിറം കിട്ടും. ഞാനിപ്പോൾ ഓറഞ്ച് കളറാണ് ഇതിലേക്ക് ചേർക്കുന്നത്, ഈ വെള്ളത്തിലേക്ക്. ഇത് വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് റവ ഇടാവുള്ളൂ കേട്ടോ. ഞാൻ ഈ റവ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച റവയാണ് ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ടെല്ലാം ശരിക്കും ഉടച്ചു കൊടുക്കുക. ഇതേ വെള്ളത്തിലിട്ട് അല്പം ഒന്ന് ഇളക്കുമ്പോൾ തന്നെ ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് മാറും. മൊത്തം വെള്ളം അബ്സോർവ് ചെയ്തിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്ലെയിം ഒന്ന് പരമാവധി കുറച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതിന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ റവ ഇപ്പോൾ 2 മിനിറ്റോളം വെന്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കുക. കണ്ടോ, ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് പഞ്ചസാര. ഇത് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ഇടാൻ പാടുള്ളൂ. ഇനി പഞ്ചസാരയുടെ അളവ് പറയാം. ഞാൻ 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മിനിമം 1 കപ്പെങ്കിലും വേണം. ചിലർ 1.5 കപ്പൊക്കെ ഉപയോഗിക്കാറുണ്ട്. എത്രമാത്രം മധുരം ഇടാം അതനുസരിച്ച്. ഞാൻ 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ്, അപ്പോൾ 2 കപ്പിന് 2.5 കപ്പ് പഞ്ചസാര എടുത്തിരിക്കണം. സോ ഇത് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര എല്ലാം അലിഞ്ഞ് വീണ്ടും ഇതൊരു ഏകദേശം ഒരു സെമി ലിക്വിഡായിട്ട് മാറും. പിന്നെ പഞ്ചസാര മൊത്തം നന്നായിട്ട് അലിയുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം എടുത്തു വെച്ച നെയ്യിൽ കുറച്ച് നെയ്യ് ബാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു 50 ml നെയ്യ് എടുത്തിരുന്നത്. അതിലൊരു 3 ടേബിൾ സ്പൂൺ നേരത്തെ നമ്മൾ ഒഴിച്ചു വിട്ടു. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക. നെയ്യ് അധികം വേണ്ടാത്തവർ ഇത്രയും ഒഴിക്കണ്ട കേട്ടോ. നെയ്യാണ് ശരിക്കും ഈ കേസരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നെയ്യ് കുറയ്ക്കാൻ വേണ്ടിയാണ് ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊടുത്തത്. ഇത് ഇളക്കി ഇത് വീണ്ടും ഒന്ന് കട്ടിയായിട്ട് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം കണ്ടല്ലോ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഈ സമയം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച റൈസിൻസും കാഷ്യൂ നട്ടും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളൊരു 4 ഏലക്കായ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സോ നമ്മുടെ റവ കേസരി ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റാൻ മുമ്പായിട്ട് ഈ വെക്കുന്ന പാത്രത്തിൽ ചെറുതായിട്ടൊന്ന് നെയ്യൊന്ന് തടവി കൊടുക്കുക കേട്ടോ. മസ്റ്റല്ല, അല്ലെങ്കിൽ വിട്ട് പോരും അത്, എന്നാലും ഒരു മുൻകരുതൽ. നമ്മളിപ്പോൾ ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ ഭംഗിയായിട്ടൊന്ന് പാത്രത്തിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ റവ കേസരി ഇതൊരു ബൗളിലാക്കി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. സോ ഇതിനെ നമുക്കിനി ഈ പാത്രത്തിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. സോ പാത്രം ഇതിൻ്റെ പുറത്തേക്കൊന്ന് കമഴ്ത്തിയിട്ട് തിരിച്ചെടുത്താൽ മതി. യെസ്. സോ ഇതാണ് നമ്മുടെ റവ കേസരി. വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റി റവ കേസരിയാണ്. ഞാൻ ചെയ്യുമ്പോൾ പുറത്ത് കുറച്ച് കാഷ്യൂ നട്ടൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാം. കുറച്ച് ഞാൻ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പറയാൻ മറന്നുപോയി. ഞാനെടുത്ത പാത്രത്തിൻ്റെ ഷേപ്പിലുള്ള, നിങ്ങൾക്ക് എന്ത് ഷേപ്പ് വേണോ ആ ഷേപ്പിലുള്ള പാത്രം ഉപയോഗിക്കാം കേട്ടോ. ഞാനിത് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഭംഗിയൊക്കെ വെച്ചിരിക്കുകയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിന് ഒരു സ്കൂപ്പ് തന്നെ എടുക്കുക കേട്ടോ. നല്ല മയത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് എത്ര അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുക. ഇത്ര റവയ്ക്ക് ഇത്ര വെള്ളം, അത് കൃത്യമായിട്ട് കൊടുത്താൽ ടെക്സ്ചർ ഇങ്ങനെ തന്നെ കിട്ടും, ഒരു മാറ്റം ഉണ്ടാവില്ല. എന്നാലും കഴിച്ചു നോക്കട്ടെ. റിയലി ടേസ്റ്റി, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
സോ ഞാനിപ്പോൾ 2 കപ്പിന് ഉണ്ടാക്കിയിരിക്കുന്നത് 2 കപ്പിൻ്റെ ആവശ്യമായ ചേരുവകളാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ 1 കപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് ചേരുവകൾ മാറ്റുക. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് എന്താ പറയുക അഭിപ്രായം എന്നെ അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ആൻഡ് റൈസിൻസ്.